വയലൻസ് ഇതിൽ കൂടുതലായിരുന്നു. ഓക്കെ മറ്റേ ബാക്കിയുള്ള സമയത്ത് ഓക്കെ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഓക്കെ. കൊള്ളായിരുന്നു കേട്ടോ. കാരണം ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ അതിപ്പം 14 വർഷത്തിന് ശേഷമാണ് ഒരു പടം. ഞാൻ ഈ ഫ്രാഞ്ചൈസിന്റെ ഡൈഹാർഡ് ഫാനാണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ വന്നത്. എനിക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഡെത്ത്സ് ആയിരിക്കുമല്ലോ. അപ്പം പിന്നെ അതൊക്കെ നല്ലോണം കാണിക്കുന്നുണ്ട്. നല്ല വയലൻസ് ആണ്, അതുകൊണ്ട് പിള്ളേരൊന്നും അങ്ങനെ ഇത് ഏപ്പടമാണ് ഇത് റേറ്റിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പം പിന്നെ ഫാമിലി ആയിട്ടൊന്നും അത് കാണാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളതുണ്ട്. എന്നാൽ പിന്നെ ഓടിയപ്പോൾ നല്ല വലിയ സ്ക്രീൻ അതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. എങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുറെ അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. പിന്നെ സീൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. വയലൻസും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ടി വി കണ്ട ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല, തിയേറ്ററിൽ തന്നെ കാണണം. വർത്താണ് പടം? വർത്താണ്. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വയലൻസ് ഒക്കെ നല്ലതായിരുന്നു. നേരത്തെ പോലെ തന്നെയാണ്. ഒരു സീക്വൻസിൽ ഫ്ലാഷ് ഫാൻസിനൊക്കെ. ഓക്കെ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പഴയ സംഭവം തന്നെ. വയലൻസ് ഒക്കെ എങ്ങനെ? രക്ഷയില്ല. ഞാനാണ് പറഞ്ഞിട്ടുണ്ട്, ആ ചൈൽഡ് ട്രോമ സെയിം അതിപ്പോഴും മരിക്കുന്നവരെ മാറാൻ സംഭവിക്കില്ല. ഓക്കെ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. രക്ഷയില്ല. പഴയ ആ സെയിം പാറ്റേൺ തന്നെയാണ്, പക്ഷേ പുതിയ കുറെ രീതിയിലുള്ള മരിക്കുന്ന രീതിയിൽ. കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാനുണ്ട്. എങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മൊത്തത്തിൽ കൊള്ളാം. ഓക്കെ. ഫസ്റ്റ് വന്ന പടത്തിന് ശേഷം ഏറ്റവും മികച്ചതെന്ന് തോന്നിയ പടമാണ്. ഓക്കെ. പാർട്ടികളെ പോലെ അത്രയും ആൾക്കാർ ഇത് കുറവാണ്, ക്യാരക്ടേഴ്സ് കുറവായിരുന്നു, കുറച്ച് കുറവാണ്, പക്ഷേ കൊള്ളാം. അടിപൊളി. ആദ്യമായിട്ടാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ്. ഓക്കെ. വയലൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. എനിക്കൊന്ന് മുമ്പത്തെ പാർട്ടിന്റെ അത്രയ്ക്കില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മുമ്പത്തെ സിനിമകളെല്ലാം കണ്ടിക്കാൻ പറ്റിയൊരു സിനിമയാണ്, പക്ഷെ അത് കണ്ടാ അറിയാം. ഓക്കെ. തിയേറ്ററിൽ കാണാൻ പറ്റിയത്. ഓക്കെ. വയലൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സാറിന് പറ്റും. ഓക്കെ. എങ്ങനെയാണ് ബ്രോ? നല്ല സിനിമയാണ്. ഓക്കെ. നല്ല ബ്രൈറ്റ്, നല്ല BFX നല്ല രസമാണ്. ഓക്കെ. ഇങ്ങനെ ഈ അഡൽട്ട് സിനിമകളൊക്കെ തിയേറ്ററിൽ കാണാൻ നല്ല രസമാണ്. ഓക്കെ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? തിയേറ്റർ നല്ലത്, തിയേറ്ററിൽ കാണാൻ നല്ല രസം. നല്ല സ്റ്റോറി ഒന്നും പറയാനില്ലെങ്കിലും തിയേറ്ററിൽ കാണാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും അഡൽട്ട് സിനിമകൾ നല്ല രസമാണ്. പടം എങ്ങനെയുണ്ട്? Which one? ഫൈനൽ ഡെസ്റ്റിനേഷൻ. It was okay. It was okay. ഓക്കെ. Violence was good. It Okay. was not that great as the other one. കുറച്ചും കൂടെ എലാബറേറ്റ് ആവാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? അത്യാവശ്യം ഗോറൊക്കെ ഉണ്ട്. സാറ്റിസ്ഫാക്ടറി ആണ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫിലിം സീരീസിന്റെ ഒരു വലിയ ഫാനാണ്, അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഷോ തന്നെ കാണാൻ തീരുമാനം. ഫസ്റ്റ് ഷോ കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആക്ച്വലി ഈ പടത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഈ സീരീസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് 1 ഉം 3 ഉം തന്നെയാണ്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് 1 ഉം 3 ഉം തന്നെയാണ്. ബട്ട് എന്താണ്, 5th പാർട്ടിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇറ്റ്സ് ബെറ്റർ കമ്പയറിംഗ് വിത്ത് 5th പാർട്ട്. എന്താണ് ഇത്രയും വർഷത്തെ ഒരു, എനിക്ക് തോന്നുന്നു 2011 ലാസ്റ്റ് പാർട്ട് ഇറങ്ങി, അത് കഴിഞ്ഞ് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആ CG വർക്ക്, ഗ്രാഫിക്സ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെന്താണ്, സ്ഥിരം കൺസെപ്റ്റ് തന്നെയാണ്. ഒരാൾക്ക് ഒരു വിഷൻ ഉണ്ടാവുന്നു, തുടർന്നുണ്ടാവുന്ന ഇൻസിഡൻസും കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഓവറോൾ കൊള്ളാം, ഇത് തിയേറ്ററിൽ തന്നെ കാണും. 5th പാർട്ടിനേക്കാൾ ബെറ്ററാണ്. അത്യാവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ഥിരം കൺസെപ്റ്റ് ഉണ്ടല്ലോ, അവർക്കൊരു ഒറ്റ കൺസെപ്റ്റാണ്. പിന്നെ എന്താണ് അത് കണക്ട് ചെയ്ത് പോകുന്നു ഉള്ളിടത്താണ്. കൊള്ളാം. 5th പാർട്ടിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററാണ്. ഫാമിലി അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഈ പടം സ്ഥിരം കുറച്ച് ഫാൻ ബേസ് ഉണ്ട്. സ്ഥിരം ഈ പടം കാണുന്ന കുറേ പേരുണ്ട്, അവർക്ക് ഇത് ഇഷ്ടപ്പെടും. അല്ലാതെ ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ കാണാൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ പടത്തിന് കുറച്ച് ഫാൻസ് ഉണ്ട്, ഈ ഒരു ഫ്രാഞ്ചൈസിന്, അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പഴയതിന് അത്ര ഒന്നും എഫക്ട് തോന്നുന്നില്ല. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ്സ് ഇല്ലേ, അത്രയും വരത്തില്ല. നമ്മൾ ടെറിബിൾ ആയിരുന്നു, അത്രയും നിൽക്കുന്നില്ലേ. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഓക്കെ. എങ്ങനെയുണ്ട്?